ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലർക്കും കൊതിയൂറുന്ന വിഭവങ്ങളിൽ ഒന്നാണ് ബീഫ്. വളരെ എളുപ്പത്തിൽ രുചികരമായി തയ്യാറാക്കാവുന്ന നാടൻ ബീഫ് വരട്ടിയത് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇവിടെ ഒരു ബൗളിലേക്ക് 1 കിലോഗ്രാം അളവിൽ വരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് മസാല തേച്ച് പുരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എന്നിവയാണ്. ഇനി നമുക്ക് നന്നായി മസാല തേച്ച് പുരട്ടിയെടുക്കാം. ഇപ്പോൾ മസാല ബീഫിൽ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 തണ്ട് കറിവേപ്പില. ഈ 2 ചേരുവകൾ ചേർത്ത് വീണ്ടും നന്നായി പുരട്ടിയെടുക്കാം. ഇപ്പോൾ മസാലകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെറിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സാധാ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 4 വിസിൽ ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 കപ്പ് വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ബീഫിന് നല്ല സ്വാദ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് ചൂടാക്കിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 6 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചൂടാക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ കറിവേപ്പില പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വഴറ്റിയെടുത്താൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനു വേണ്ടിയാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ സവോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചേരുവകളുടെ എല്ലാം റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ബീഫ് കഷ്ണങ്ങൾ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുകയും വേണം. എന്നാലാണ് ആ പൊടികളെല്ലാം ബീഫിൽ പിടിക്കുകയുള്ളൂ. മസാലകളെല്ലാം ബീഫിൽ പിടിച്ചു വന്നാൽ ഇതിലേക്ക് ഉള്ളി ചതച്ചെടുത്തത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയും വേണം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഇപ്പോൾ ചേർത്ത ചേരുവകളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയും ചേർത്തിളക്കിയിട്ടുണ്ട്. ശേഷം ലോ ഫ്ലെയിം ആക്കി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് നടുകീറിയത്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് ബീഫ് വേവിച്ചെടുത്ത വെള്ളവും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വരട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.